ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളവിടെ പോവാണ്. നമുക്കിന്ന് മാങ്ങാൻകുഴിയിലാണ് വർക്ക്. നമ്മളിപ്പോൾ രാവിലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 4:20 ആയി. നമുക്കൊരു 5 ഒക്കെ ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുമല്ലേ? അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീടെത്തി. ഇതാണ് വീട്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 5 മണിയായി. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരും ഇല്ല ഇവിടെ. ശരി, ബ്ലൗസും സ്കർട്ടും നല്ല ഇത് കണ്ടിട്ട് ഏത് ബ്രാൻഡിന്റെ ബ്ലഷാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നവർക്ക് ഒരു ഗീവ് അവേ. ഇവളെ തന്നെ എടുത്തോ, പിന്നെ വേണ്ട. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആടിപ്പാടിയൊക്കെ നിൽക്കുന്നത്? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇവള് വീഡിയോ എടുക്കാം, വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞു. മൈക്ക് അവിടെ എല്ലാം ഉണ്ട്. അങ്ങോട്ട് ഇറക്കം വെച്ചിട്ട് പ്രയാസമാണ്. മറവി കുറച്ച് കൂടുതലായിട്ട്. 360 ഉണ്ട്, പിന്നെ എന്താണ് ഗോപ്രോ ഉണ്ട്. എല്ലാം രാവിലെ ചാർജ് ചെയ്ത് വെക്കും. സാരിയാ? ബ്യൂട്ടിഫുൾ. നല്ല കളറാന്ന് തോന്നുന്നില്ല. തുറന്നു സാരി കാണാം. അൺബോക്സിങ് ദി സാരി. നല്ല കളർ. ഞാനും ബ്രൈഡും സെയിം തീമാണ്. നിങ്ങൾ പറഞ്ഞു ചെയ്യിച്ചത്. അതെ അതെ. ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നത് വെരി ഗുഡ് ഫോർ ബ്രൈഡ്സ്. അതെ, എൻ്റെ പണി കുറച്ചുകൂടി എളുപ്പമായി കിട്ടും. അതെ, സാരി ഡ്രൈപ്പിസ്റ്റിന് ഈസി ആയിരിക്കും. നീ കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം? സുന്ദരിയായിട്ടിരിക്കണം. കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. അതുല്യ എന്നാണ് ബ്രൈഡിൻ്റെ പേര്. മാങ്ങാങ്കുഴിയിലാണ് വീട്. ആളൊരു പാവം ക്യൂട്ടൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു. ബ്രൈഡാണേലും ബ്രൈഡിൻ്റെ ചിറ്റയാണേലും ഒരേപോലെ വൈബായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബോറടി ഒന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ശരി, എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ കാരണം മുഖം ഗ്ലോസി, മറ്റേത് മാറ്റായിട്ടിരിക്കണ്ടേ. തന്നെത്താൻ കണ്ടുപിടിക്കുകയും ചെയ്ത് ഉടൻ തന്നെ വേണം താനും. ഓ, ലവ് മാരേജാ? അല്ലാതെ അതല്ലേ ഇത്ര ഹാപ്പി ആയിട്ട് തേവാങ്ങി ഇവിടെ ഇരിക്കുന്നത്. എത്ര വർഷമായി ലവ് പണി? 4-5 വർഷമായി. എന്താണ് ക്യാമറ ഓൺ ആക്കിയപ്പോ മിണ്ടാതിരിക്കുന്നത്? ഫോട്ടോ ചിരിക്കത്തൊന്നുമില്ല. നല്ല വെച്ചിട്ടിരിക്കുന്നു. വീഡിയോ ഓണാക്കി കൃത്യം അപ്പുറത്ത് തന്നെ അടുത്ത് തന്നെ കിട്ടിയത്. മെസ്സി വേണോന്ന്? മെസ്സി ആക്കിയേക്കാം. മൊത്തത്തിലെ മിസ് ബ്രൈഡേ മെസ്സിയാണ്. ഇങ്ങനെ കോംപ്ലിമെന്റ് എവിടെ കൊടുക്കുന്ന ചരിത്രത്തിലേക്ക്. അപ്പുറത്ത് മേക്കപ്പ് നടക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് സാരിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടൈമാണല്ലോ നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. പിന്നെ ചിറ്റയാണെങ്കിൽ എനിക്ക് വളയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ മാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റി. കാര്യം ബ്രൈഡിന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. പിന്നെ ലെൻസ് വെച്ച് കുറച്ച് പണി കിട്ടിയോണ്ട് കുറച്ച് ടൈം അവിടെ ലാഗായിരുന്നു. പുറത്തുകൂടായാലും കുഴപ്പമില്ല. അത് ആങ്ങളുടെ ഗിഫ്റ്റ്. അപ്പം അതെന്തായാലും ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ലുക്ക് കേട്ടോ. ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കും ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ പതിയെ കാണിക്കാം. ഞാൻ ഉമ്മ ഒന്ന് കൊണ്ടുപോയെന്ന് പറയും, പിള്ളേരെന്നെ കൊല്ലും. അപ്പം ഞാൻ ഇറങ്ങുവാണേ. താങ്ക് യു സോ മച്ച്.
ഓക്കെ ആണോ? ഓക്കെ. കോൺഫിഡൻ്റ് ആയോ? അതെ. അതുല്യയുടെ ഫസ്റ്റ് ലുക്കാണ് കേട്ടോ ഇത്. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നൊരു സാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നല്ല റോയൽ ആയിട്ടുള്ള ഫുൾ ഗോൾഡൊക്കെ ഇട്ടിട്ട് ഒരു റോയൽ ബ്രൈഡായിരുന്നു ശരിക്കും അതുല്യ എന്ന് പറഞ്ഞാൽ. ഇതാണ് ചെക്കനാണെങ്കിലും അതുല്യാണെങ്കിലും സെയിം ഏജാണ്. രണ്ടാളും കുട്ടി ക്യൂട്ട്നെസ് ആയിരുന്നു കേട്ടോ രണ്ടാൾക്കും. പിന്നെ ഇത് സെക്കൻഡ് സാരി സെറ്റ് മുണ്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് മുണ്ടും ഡ്രേപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. ഇതാണ് ബ്രൈഡിൻ്റെ സെക്കൻഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറ് ബ്ലൗസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബ്രൈഡിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഹംസിനി. അതിൻ്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആ കുട്ടിയും ചിറ്റയുമായിരുന്നു അതുല്യയുടെ ഏറ്റവും വൈബായിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ. അതുല്യനെ സപ്പോർട്ട് ചെയ്ത് ഇവർ രണ്ടാളുമാണ് രാവിലെ മുതൽ കൂടെ ഉണ്ടായിരുന്നത്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലുക്ക് ഇതായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു സാരിയും കൂടി ഉണ്ടായിരുന്നു. ഒരു റെഡ് ഷെയ്ഡ് വരുന്നൊരു സാരി ആയിരുന്നു അതാണ് മന്ത്രകോടി. അപ്പോൾ ബ്രൈഡ് ഫുഡ് കഴിക്കാൻ പോയ ടൈമിൽ ഞാൻ തേർഡ് സാരിയും കൂടി അയൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇറങ്ങാൻ ടൈം ആകുമ്പോൾ നമ്മൾ സമയത്ത് നിന്ന് കഴിഞ്ഞാൽ പണിയാവില്ലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ടയേർഡായി. ഇപ്പം തന്നെ മണി 3 ആയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ബ്രൈഡ് വരാനുള്ള കാത്തിരിപ്പാണ്. ഇതാണ് ഏറ്റവും മെനക്കെട്ട പാട്ടെന്ന് പറഞ്ഞാൽ. ശരിക്കും പോസ്റ്റാണ് ഈ ഒരു ടൈമിൽ. ഫോണിലൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ഈ ഒരു ടൈം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ബ്രൈഡ് വന്നു, ഫൈനൽ ഡ്രേപ്പിങ്ങും കഴിഞ്ഞു, 3 സാരിയും കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഈ 3 ലുക്കായിരുന്നു അതിലേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ചെക്കനെ കാണിക്കാം കേട്ടോ. ഈ ഒരു റെഡ് സാരി ആയിരുന്നു മന്ത്രകോടി. പിന്നെ ചെക്കൻ്റെ പേര് വൈശാഖ് എന്നാണ് കേട്ടോ. ചെക്കനും നല്ലൊരു ക്യൂട്ട് ചെക്കനായിരുന്നു. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ വർക്ക് കഴിഞ്ഞു, ബ്രൈഡ് പോയി, ഞാനും നേരെ വീട്ടിൽ പോയി. പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നെന്താ സുഖമായി കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. ബൈ.